രാജ്യസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഹിമാചൽ പ്രദേശിലെ സർക്കാർ പ്രതിസന്ധിയിലായിരിക്കുന്നു. കോൺഗ്രസ് നേതാവ് അഭിഷേക് സിംഗ്വിയെ പരാജയപ്പെടുത്തിയതിന് പിന്നാലെ സർക്കാർ രൂപീകരണത്തിന് BJP തകൃതിയായി നീക്കം തുടങ്ങിയെന്ന് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. DK ശിവകുമാറിനെയും ഭൂപീന്ദർ ഗുഡയെയും കോൺഗ്രസ് നിരീക്ഷകരായി ഹിമാചൽ പ്രദേശിൽ നിയമിച്ചു കഴിഞ്ഞു. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ പറയൂ. SKN ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാണ് ഹിമാചൽ പ്രദേശിൽ ഉണ്ടായിരിക്കുന്നത്. BJP എല്ലാ കാലത്തും അവരുടെ ഫ്ലോർ മാനേജ്മെന്റിൽ കാണിക്കുന്ന വളരെ വലിയ പ്രൊഫഷണലിസം ഒരുപക്ഷെ എന്ന് നമുക്കിതിനെ പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസിനുള്ളിലെ അതൃപ്തി, പാളയത്തിലെ പടയാണ് അവിടെ അവർക്ക് വിനയായിരിക്കുന്നത്. നിലവിലുള്ള സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സുഖുവിനെ മാറ്റണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവിടെയുള്ള കോൺഗ്രസ് MLA-മാരിൽ 6-ലധികം പേർ. നിലവിൽ ഈ ക്രോസ് വോട്ട് ചെയ്തത് 6 പേരാണെങ്കിലും കൂടുതൽ പേർ ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട് എന്ന സന്ദേശമാണ് ദേശീയ നേതൃത്വത്തിന് ഇപ്പോൾ ലഭിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിലനിർത്താൻ ഉത്തരേന്ത്യയിൽ ഏക കോൺഗ്രസ് ഭരണം ഉള്ള സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അതുകൊണ്ട് അവിടെ ഭരണം നിലനിർത്താൻ സാധിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഘടകമാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്നത്. ഇന്ന് BJPയുടെ നേതൃസംഘം നിയമസഭാ കക്ഷി ഇന്ന് ഗവർണറെ കാണുന്നുണ്ട്. ഗവർണറെ കണ്ട് വിശ്വാസ വോട്ട് തേടാനായിട്ട് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സർക്കാരിന് ഭൂരിപക്ഷമില്ല എന്ന കാര്യം ഗവർണറെ അറിയിക്കും. ഇതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന വിശ്വാസ പ്രമേയം നേരിടാനായിട്ട് പറയുന്ന നിർദ്ദേശം, അത് ആണ് കോൺഗ്രസ് ഇപ്പോൾ കാണുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭൂപീന്ദർ ഹുഡയും ഒപ്പം DK ശിവകുമാറിനെയും ക്രൈസിസ് മാനേജ്മെന്റിനായിട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം ക്രൈസിസ് മാനേജർമാരായി നിയമിച്ചിട്ടുണ്ട്. അവർ കോൺഗ്രസിന്റെ MLA-മാരുമായിട്ട് ചർച്ച നടത്തുന്നുണ്ട്. ആ MLA-മാർ ആവശ്യപ്പെടുന്നത് തങ്ങൾക്ക് ഈ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് സുഖുവിനെ മാറ്റണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഏതായാലും ഒട്ടും സുഖകരമാകുന്ന ഒരു സാഹചര്യമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് ഹിമാചൽ പ്രദേശിൽ വരുന്നത്. കോൺഗ്രസിന് ഈ ഉത്തരേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടാനൊക്കെ അവർ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ അസുഖകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും. ഏതായാലും പ്രശ്നം പരിഹരിക്കാം എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഉള്ളത്. പരിഗണിക്കുന്ന നിർദ്ദേശങ്ങളിലൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഒരു മാനദണ്ഡമായി കണക്കിലെടുത്തുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഭൂരിപക്ഷം വളരെ നല്ല രീതിയിലാണെങ്കിൽ സുഖുവിനെ തുടരാൻ അനുവദിക്കുക എന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക എന്നുള്ളതാണ്. അഥവാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ സുഖുവിനെ മാറ്റാം എന്ന നിർദ്ദേശമായിരിക്കും ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുക എന്ന് നമ്മൾ അറിയുന്നു. SK. താങ്ക് യു രാധാകൃഷ്ണൻ.